ദൈവനാമത്തിന് മാത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ, ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് കർത്താവിന് എല്ലാ മഹത്വവും കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പച്ച നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാടെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രിയ പിതാവേ, നന്ദി അപ്പ, നന്ദി പിതാവേ. ഹല്ലേലൂയ അപ്പായി, നന്ദി അപ്പ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചൻ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. അപ്പൊ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പച്ച കേൾക്കുന്ന വചനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ ഞങ്ങളേവരും അപ്പച്ച സഹായിക്കാൻ നന്ദി അപ്പ. അപ്പച്ചന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണമേ. അപ്പൊ സ്തോത്രം അപ്പ, വചനം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ, അത് വെളിപ്പെടേണ്ട വണ്ണം അപ്പച്ച സംസാരിപ്പാൻ എല്ലാം കർത്താവ് കൃപ തന്ന് ദൈവാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതിനായി നന്ദി അപ്പ. ദൈവകരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പായി സ്തോത്രം. സകല മഹത്വം ഞങ്ങളുടെ യേശുപ്പച്ചന നന്ദി അപ്പ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു അപ്പ. ഹല്ലേലൂയ. യേശുപ്പച്ച രക്തത്തിൽ ഞങ്ങൾ എല്ലാവരും കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു യേശു. പാർക്കപ്പെട്ട കുഞ്ഞാടൻ എല്ലാ മഹത്വം തരുന്നു. നന്ദി അപ്പ. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് 2 കൊരിന്ത്യർ ചാപ്റ്റർ 7 അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 7 ആമേൻ. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആമേൻ. സ്തോത്രം. ഞാൻ എന്റെ ഇംഗ്ലീഷ് വായിക്കാമേ. Therefore, since we have these promises, dear friends, let us purify ourselves from everything that contaminates body and spirit, perfecting holiness out of reverence for God. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്നത്, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. So everything that contaminates body and spirit. ആമേൻ. അപ്പൊ നമുക്കറിയാം സാധാരണ കണ്ടാമിനേഷൻ വരുന്നതിന് പല സോഴ്സുകളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ കണ്ടാമിനേഷൻ നമുക്കറിയാം. കുളിച്ചില്ലെങ്കിൽ കുറെ ദിവസം കുളിക്കാതിരിക്കാനുള്ള അവസ്ഥ നമുക്കറിയാം. ആമേൻ. അതുപോലെ നല്ല ഒരു എൻവയോൺമെന്റിലല്ല, ഹൈജീനിക് ഒന്നും അല്ലാത്തൊരു സാഹചര്യത്തിലാണേലും അതെല്ലാം നമുക്ക് ഹെൽത്ത് ഇഷ്യൂ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ആമേൻ. അപ്പം മര്യാദയ്ക്ക് നമ്മൾ കുളിക്കണം, നമ്മുടെ വീട് വൃത്തിയാക്കിയിടണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ കണ്ടാമിനേഷൻ വരുത്തുന്ന കാര്യങ്ങൾ. അപ്പം ഇതുപോലെ തന്നെ ആത്മീയ തലത്തിലും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹല്ലേലൂയ ആത്മാവിനോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആമേൻ. എന്ന് വെച്ചാൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടാമിനേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടാമിനേഷൻ വരാതിരിക്കാൻ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ കണ്ടാമിനേഷൻ വരുന്ന സകല കാര്യത്തിൽ നിന്ന് പ്യൂരിഫൈ അവേഴ്സ് ഫ്രം എവറിഥിങ് ദാറ്റ് കണ്ടാമിനേറ്റ്സ് ബോഡി ആൻഡ് സ്പിരിറ്റ്. ഹല്ലേലൂയ. ആൻഡ് ദെൻ പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഔട്ട് ഓഫ് റെവറൻസ് ഫോർ ഗോഡ്. അതാരാ ചെയ്യണ്ടേ? ലെറ്റ് us പ്യൂരിഫൈ ourselves. സോ നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളാകും. ഇപ്പം നമ്മളെ പിള്ളേരെ നമ്മൾ കുളിപ്പിക്കുന്നില്ല. നമ്മളാ കുളിപ്പിക്കുന്നെങ്കിലും കൊച്ചു വന്ന് നിന്നല്ലേ നമുക്ക് കുളിപ്പിക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എന്ന് പറയുന്ന പോലെ നമ്മൾ കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ക്ലീൻ ചെയ്ത് വിശുദ്ധീകരിച്ച് നമ്മളെ നടത്തുവാൻ സർവശക്തനായ ദൈവം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ കണ്ടാമിനേഷൻ വരാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇത് നമ്മളെ അൺക്ലീൻ ആക്കുന്ന. അപ്പൊ നമുക്ക് വചനത്തിനകത്ത് ഇഷ്ടംപോലെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം അതിനകത്ത് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തന്റെ വായിന്ന് പോകുന്ന കാര്യങ്ങളല്ല ഒരുത്തനെ അശുദ്ധനാക്കുന്നത് പറയുന്ന ഹൃദയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പൊ കാരണം ഇതെല്ലാം ചിന്തയിലാണ് തുടങ്ങുന്നത്. അപ്പൊ മനുഷ്യന്റെ ഫോർ ഔട്ട് ഓഫ് ദ ഹാർട്ട് വിൽ കം ഈവിൾ തോട്ട്സ് ആൻഡ് പ്ലാൻസ്. അങ്ങനെ കൊലപാതകമാകട്ടെ, വ്യഭിചാരമാകട്ടെ, അങ്ങനെ തെഫ്റ്റ്, ഫോൾസ് ടെസ്റ്റിമണി, സ്ലാൻഡർ, വെർബൽ അബ്യൂസ്, അല്ലെങ്കിൽ ഇറവറന്റ് സ്പീച്ച്, ബ്ലാസ്ഫമി, ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദീസ് ആർ ദ തിങ്സ് വിച്ച് ഡിഫൈൽ ആൻഡ് ഡിസോണർ ദ മാൻ.
ബട്ട് ഈറ്റിംഗ് വിത്ത് അൺവാഷ്ഡ് ഹാൻഡ്സ് ഡസ് നോട്ട് ഡിഫൈൽ ദ മാൻ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ ഇതൊന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല നമ്മളെ അശുദ്ധമാക്കുന്നത്, അകത്തുനിന്ന് വെളിയിലോട്ട് വരുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനെ അശുദ്ധമാക്കും. അതിന്റെ ലിസ്റ്റ് എല്ലാം നമ്മൾ കണ്ടു. ഇന്ന കാര്യങ്ങൾ, പല വിഷയങ്ങളുണ്ട് എങ്ങനെ ഈ ചിന്തകൾ. അപ്പൊ അതിനകത്തുനിന്ന് പല പാപപ്രവർത്തികളുടെയും ആരംഭം ചിന്തയില്ല. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് അകത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞ കാരണം ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികൾ നമ്മൾ ചിന്തിച്ച ശേഷം പിന്നെ ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് ചിന്തിച്ച ശേഷം പ്രവൃത്തിയിലേക്ക് പോകും. അപ്പം ഇതെല്ലാം നമ്മുടെ അകത്തുനിന്ന് വരുന്നതാണ്. അപ്പൊ അകത്തുനിന്ന് വരുന്ന ഈ കാര്യങ്ങൾ മനുഷ്യനെ കണ്ടാമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവനെ അൺക്ലീൻ ആക്കും. പക്ഷെ നമ്മളിപ്പോ വായിച്ച ഒരു ഭാഗത്ത് നമ്മൾ കണ്ടു, നമ്മളുടെ ജഡത്തിലെ ആത്മാവിന്റെ സകല നമ്മളുടെ കന്മഷവും നീങ്ങുന്ന വെച്ചാൽ കണ്ടാമിനേറ്റ് ചെയ്യുന്ന സകലത്തിൽ നിന്ന് മാറാൻ. അപ്പം ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം അത് വരുന്ന കണ്ടാമിനേഷൻ ഏതാ? നമ്മളിപ്പോ മാത്യു 15 കണ്ടു, കണ്ടാമിനേഷൻ വരുന്ന കാര്യങ്ങൾ നമ്മുടെ അകത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ. പക്ഷെ വേറൊരു രീതിയിൽ കൂടി നമുക്ക് കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മുടെ അസോസിയേഷൻ. ആമേൻ. നമ്മൾ ആരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു, ആരുടെ കൂടെ നടക്കുന്നു, ആര് നമ്മളെ സ്വാധീനിക്കുന്നു, ആര് നമ്മളെ അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ആരാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസർഗം ആരുമായി ചെലുത്തുന്നു, ഇത് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ. ഇത് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതിന്റെ 6-ാം അധ്യായത്തിന്റെ മേളിലോട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും. 14 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണാം, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായ എന്ത് ഓഹരി, ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജിത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യും. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. 7-ാം അധ്യായത്തിൽ പറയാം, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടാമിനേഷൻ വരുത്താൻ പാടില്ലാത്തത്? നമുക്ക് ചില വാഗ്ദത്തങ്ങൾ 6-ാം അധ്യായത്തിന്റെ താഴ്ഭാഗത്ത് കൊടുപ്പുണ്ട്. ആമേൻ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെ ആത്മാവിലെ കന്മഷം നമ്മൾ മാറ്റണം. എന്തുവാ നമുക്കുള്ള വാഗ്ദത്തങ്ങൾ? ഹല്ലേലൂയ. പറഞ്ഞിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. പിന്നെ പറഞ്ഞിരിക്കുന്ന, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് കർത്താവ് നമ്മുടെ ഇടയിൽ നടക്കണം, നമ്മുടെ കൂടെ വസിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായിട്ട് ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കൈക്കൊണ്ട്, കർത്താവ് അത് ചെയ്തിരിക്കുകയാണ്. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിന്റെ രക്തത്താൽ നമ്മൾ കഴികൾ പ്രാപിച്ചു. ഇതൊക്കെ പറഞ്ഞ് ഇതുകൊണ്ട് മതി, ഇതെല്ലാം കർത്താവിന് ഓക്കെയാണ്, ഇനി ഇച്ചിരി എഴുക്ക് അവിടേക്ക് ഇരുന്നാലും കുഴപ്പമില്ല, ശകലം കണ്ടാമിനേഷൻ ഒന്നും കുഴപ്പമില്ല, അങ്ങനെ കർത്താവ് ഓവർലുക്ക് ചെയ്യുമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മളെ കർത്താവ് ക്ലീൻ ചെയ്ത് അങ്ങനെ നിർത്തിയിരിക്കുമ്പോൾ പിന്നെ കണ്ടാമിനേഷൻ വരാത്ത രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ആമേൻ. അതിനുള്ളൊരു സോഴ്സാണ് നമ്മുടെ സംസർഗം. ആമേൻ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് വെച്ചാൽ അവിശ്വാസിക്കും വിശ്വാസിക്കും തമ്മിൽ എന്തുമാത്രം വ്യത്യാസങ്ങളുണ്ട്. ആമേൻ. ഒരു വിശ്വാസി ശരിക്കും നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവിശ്വാസി ശരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ ആളാന്ന് പറഞ്ഞാലും അവിശ്വാസി ആയിരിക്കുന്നിടത്തോളം കാലം അവരിൽ വ്യാപരിക്കുന്നത് വേറൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവര് ദുഷ്ടതയുടെ അതിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അധർമ്മം അവിടെ വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ ഒരു വിശ്വാസി നീതീകരിക്കപ്പെട്ടവൻ. അപ്പൊ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. പിന്നെ ഒരു വിശ്വാസി വെളിച്ചത്തിൽ നിൽക്കുകയാണ്, അവിശ്വാസി ഇരുട്ടിക്കിടക്കുക. ആമേൻ. പിന്നത്തെ വ്യത്യാസം എന്നാ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവാണ്, അപ്പുറത്ത് ബലിയാലായിരിക്കുന്നത്. ആമേൻ. എന്ന് വെച്ചാൽ നമ്മളിൽ ക്രിസ്തു വാഴുവാണെങ്കിൽ അവരിൽ ഇരിക്കുന്ന ആരാ? ഇത് മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയാണ്. ഒരു അവിശ്വാസിയിൽ വ്യാപരിക്കുന്നത് ആരാണെന്നും അവരുടെ അകത്ത് ഇരിക്കുന്നത് ആരാണെന്നും വിശ്വാസിയാണ് തിരിച്ചറിയേണ്ടത്. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കണ്ടാമിനേഷൻ മനസ്സിലാക്കി മാറാൻ പറ്റത്തുള്ളൂ. ആമേൻ. പിന്നെ വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി, എന്താ അവർക്ക് കോമൺ ഷെയർ ഉള്ളത്? ഒന്നുമില്ല. ഒക്കെ സൂപ്പർ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ കോമൺ ആണ്, ഹോട്ടലിൽ ചെന്ന് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കോമൺ ആണ്. പക്ഷെ അങ്ങനെയല്ല. ദൈവം നോക്കുമ്പോൾ വിശ്വാസിക്ക് അവിശ്വാസിക്കായിട്ട് കോമൺ എന്ന് പറയാനായിട്ട് എന്താ ഉള്ളത്? സ്പിരിച്വലി നോക്കുമ്പം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആമേ. അപ്പം അവർക്ക് തമ്മിൽ വിശ്വാസിക്കും എന്തോഹരി. പിന്നെ താഴ്ത്ത് പറയുന്നത് തന്നെ, ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജിത.
നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അപ്പൊ നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണെങ്കിൽ, നമ്മളിൽ കർത്താവ് വസിക്കുകയാണെങ്കിൽ, നമ്മളിൽ ദൈവം വസിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരിൽ എന്താ വസിക്കുന്നത്? അവിശ്വാസിയിൽ എന്താ വസിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. അവിടെ ദുഷ്ടാത്മാവാണ് ഭരിക്കുന്നത്. ആമേൻ. ആരെങ്കിലും ഒരാൾ ഇരിക്കും, ഒന്നുകിൽ കർത്താവ് അല്ലെങ്കിൽ പിശാച്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കർത്താവ് വിടുവിച്ച്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പഴയ പിതാവിനെ ഓടിച്ചു വിട്ടിട്ട് നമുക്കൊരു പുതിയ പിതാവ് നമുക്ക് കിട്ടി. അതിനായിട്ട് യേശുവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം, നീതിയും അധർമ്മവും, ഇരുട്ടും വെളിച്ചവും. നമ്മളിൽ ക്രിസ്തു ഇരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നത് പൈശാചിക മണ്ഡലമാണ്. പിശാചാണ് അവരിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് വിഗ്രഹങ്ങളാണ്. അപ്പൊ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അത് ഏറ്റവും നമ്മളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിൽ ഇതാണ് അവസ്ഥ. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത് എന്ന് വെച്ചാൽ അൺഈക്വൽ യോക്ക്. ഈക്വലി യോക്ക് ആകാൻ പാടില്ല. ഒരു വിവാഹബന്ധം ഈസ് ഈക്വലി യോക്ഡ് അല്ലേ? അങ്ങനെയല്ല നമ്മൾ ഒരുമിച്ച് പോകുന്നത്. പക്ഷെ വിവാഹബന്ധത്തിനകത്തും നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ യോക്ഡായി പോവയ്യാൽ അതിന്റെ കുഴപ്പം അത് ഒരുമിച്ച് പോകാൻ, അല്ലെങ്കിൽ നേരെ പോകത്തില്ല. യോക്ക് ഒരുപോലെ നിന്നാലേ ഉള്ളൂ ഒരേ പർപ്പസിൽ ഒരേ മിഷന് പോകാൻ പറ്റുള്ളൂ. അൺഈക്വലായിട്ട് യോക്ക് എഴുതുന്ന ഒരാൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ മറ്റേ ആൾ അങ്ങോട്ട് വലിക്കും. ആമേൻ. മുമ്പോട്ട് ഒരാൾ പോകാൻ നോക്കുമ്പോൾ മറ്റേ ആൾ പുറകോട്ട് വലിക്കും. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങത്തേ ഉള്ളൂ, പോകാൻ നടക്കത്തില്ല. എന്ന് വെച്ചാൽ സ്പിരിച്വൽ ലൈഫ് കുളവാകാൻ വേറെ ഒന്നും വേണ്ട എന്ന് ചുരുക്കം. ഹല്ലേലൂയ. കാരണം ഇങ്ങനത്തെ യോക്ഡ് ആവുന്ന, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നല്ല, വീട്ടുകാരും നാട്ടുകാരും വേണ്ടെന്നുള്ളതല്ല, പക്ഷെ അവര് നമ്മളെ ഇങ്ങനെ യോക്ഡ് ആക്കി നമുക്കൊരു നിയന്ത്രണമില്ലാത്ത രീതി, അല്ലെങ്കിൽ നമ്മുടെ മേൽ നമ്മൾ അവർക്ക് അധീനപ്പെട്ടു പോകത്തക്ക രീതിയിൽ ഇൻഫ്ലുവൻസ് വരുന്ന രീതിയിൽ നമ്മുടെ ബന്ധങ്ങളെ ആക്കരുത്. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ അൺഈക്വൽ യോക്ക് നമുക്ക് പറ്റത്തില്ല, ദൈവമക്കൾക്ക് അത് പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. കാരണം എന്നാ? കർത്താവ് നമ്മുടെ ഇടയിൽ നടക്കണം, നമ്മുടെ കൂടെ വസിക്കണം. കർത്താവ് നമ്മുടെ പിതാവാണ്, നമ്മൾ യേശുവിന്റെ മക്കളാണ് എന്ന് പറഞ്ഞ് നമ്മളാ ഇങ്ങനെ തോന്നിവാസം, അല്ലെങ്കിൽ ആരുടെ കൂടെയും കൂട്ടുകൂടി ആരുടെയും കൂടെ ചേർന്ന് എല്ലാത്തിനും യേശും വെച്ച് നടക്കുന്ന ഒരു അവസ്ഥ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, therefore ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം അല്ല, കണ്ടാമിനേറ്റ് ചെയ്യുന്ന സകലത്തിൽ നിന്ന് മാറുക. എന്ത് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ഈ പറയപ്പെട്ട രീതിയിലുള്ള അൺഈക്വൽ ആയിട്ടുള്ള യോക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ കണ്ടാമിനേറ്റ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തി, നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നല്ല തക്കാളിയും ചീത്ത തക്കാളിയും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ചീത്ത തക്കാളി നല്ല തക്കാളിയെ ചീത്തയാക്കുന്നതല്ല, അത് നല്ല തക്കാളിക്ക് ഒരിക്കലും ചീത്ത തക്കാളിയെ നല്ലതാക്കാൻ പറ്റുന്നു ഇല്ല. ഏത് ചീഞ്ഞ വെജിറ്റബിൾ നമ്മുടെ ഫ്രിഡ്ജിനകത്തിരുന്നാലും ഇച്ചിരി അഴുക്ക് പിടിച്ചാൽ ഉടനെ അതിനോട് ചേർന്നിരിക്കുന്ന നല്ലതിനെയും കൂടി അത് കണ്ടാമിനേറ്റ് ചെയ്യും. പക്ഷെ ഇത് നല്ലതാണെങ്കിലും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് ഇതിന്റെ ഈ അടുത്തുള്ള സംസർഗം, ദൈവഹിതമല്ലാത്ത രീതിയിലുള്ള സംസർഗം വന്നാൽ ഇത് കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വൈറസ് പിടിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരാള്, പകർച്ചവ്യാധി ഒന്നും പിടിക്കാത്ത ഒരാളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇയാളുടെ വൈറസ് മറ്റേ ആളിലേക്ക് വ്യാപരിക്കും. അല്ല, ഇപ്പൊ ഒരാൾക്ക് രോഗം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് രോഗമില്ലാത്ത ആളുടെ ഇമ്മ്യൂണിറ്റി അങ്ങോട്ട് പോകത്തില്ല, പക്ഷെ ഇപ്പുറത്തെ വൈറസ് ഇങ്ങോട്ട് ചാടി പിടിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവമക്കളാണ്, അത് ശരിയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ ഇൻഫ്ലുവൻസ് ആക്കാൻ തന്നെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവഹിതത്തിൽ നിൽക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തോളും. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ഈ മെസ്സപ്പിനകത്ത് കിടന്ന് കുഴഞ്ഞേച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസ് നടക്കത്തില്ല. ആമേൻ. അപ്പൊ ഇത് നമ്മളെ കണ്ടാമിനേറ്റ് ചെയ്യും എന്നുള്ളൊരു ബോധ്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം. ആമേൻ. നമ്മൾ മത്തായി 15 വായിച്ച പോലെ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ശരീരത്തെ ആത്മാവിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. ഈവിൾ അസോസിയേഷൻ നമ്മളെ തീർച്ചയായിട്ടും കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് കണ്ടാമിനേഷൻ ദൈവഹിതം അല്ലേ അല്ല. ആമേൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എത്ര വലിയ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കി വേണം നമ്മളുടെ സംസർഗം അങ്ങനെയുള്ള വ്യക്തികളോട്. ഹല്ലേലൂയ. ഒരു കാരണവശാലും
അത് ഏത് രീതിയിലുള്ള ബന്ധമായിരിക്കട്ടെ, പ്രത്യേകിച്ച് വിവാഹ ബന്ധമായിക്കോട്ടെ, ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, ഏത് വിഷയങ്ങളിലും ഹല്ലേലൂയ നമുക്ക് കണ്ടാമിനേഷൻ വരുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കണം. അത് പിന്നെ പല പേരിൽ നമ്മൾ ഇതാക്കി, അങ്ങനെ ഇല്ലെങ്കിൽ, ആ പുള്ളി ഇല്ലെങ്കിൽ, ഈ പുള്ളി ഇല്ലെങ്കിൽ, ഇങ്ങനെ ഇല്ലെങ്കിൽ, അങ്ങനെ ഇല്ലെങ്കിൽ, 1000 എക്സ്ക്യൂസുകൾ നമുക്ക് ഉണ്ടാക്കാം. കാരണം നമുക്ക് മാറി നിൽക്കാൻ മടിയുള്ളതുകൊണ്ട്, അത്രേ ഉള്ളൂ. അവര് വേദനിക്കുകയല്ലേ, ഇവര് വേദനിക്കുകയല്ലേ, അവർക്ക് എന്നാ തോന്നും, ഇവർക്ക് എന്നാ തോന്നും, ഇങ്ങനെ 1000 കാര്യങ്ങൾ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനല്ല. നമുക്ക് മനസ്സിലാക്കണം, ദൈവഹിതമല്ലാത്ത വിഷയങ്ങൾക്കകത്ത് നമ്മൾ മാറി ഒരു പുറകോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ അതിന് നമ്മൾ റെഡിയാണ്. നമ്മുടെ കർത്താവ് നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ അത് എന്തൊരു ജീവിതമാണ്. ആമേൻ. യേശുവിന്റെ മക്കളും യേശുവിന്റെ നമ്മുടെ പിതാവുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടാമിനേഷൻ കർത്താവിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. അപ്പം മാറി നിൽക്കേണ്ടടുത്ത് നമ്മൾ മാറി നിന്നാൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാണ് കണ്ടാമിനേഷൻ വരുത്തുന്ന സകലത്തിനകത്തുനിന്നും നമ്മൾ മാറി നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള റെമഡി എന്നാ? അവിടെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യും. ആമേൻ. അവർ കൂട്ടത്തിൽ കൂട്ടുകൂടി അവിടെ തന്നെ ഇങ്ങനെ നിന്നോളാം കർത്താവ് എന്ന് പറയാനല്ല. കർത്താവ് ആഗ്രഹിക്കണം അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഉടനെ അവരുടെ കൂട്ടത്തിൽ കൂടി അങ്ങ് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്ന. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ പ്രോമിസ് ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വളരെയധികം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. എന്താണ് എൻ്റെ അസോസിയേഷൻ? എന്നെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഹല്ലേലൂയ. ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്നെ ആത്മീയമായിട്ട് വളർത്തുന്നതാണോ എന്നെ തളർത്തുന്നതാണോ? ഹല്ലേലൂയ. എന്നെ പാപത്തിലേക്ക് പഴുതി വീഴിക്കാൻ, ദൈവഹിതമല്ലാത്ത രീതിയിൽ ചിന്തിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനൊരു ഉത്തേജനവും പ്രചോദനവും സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള കണക്ഷൻ ആണോ, ആ വ്യക്തിയാണോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്നുള്ളത് നമ്മൾ അവിടെ അസോസിയേഷൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി ആ അസോസിയേഷന്റെ പിന്നിൽ വ്യാപരിക്കുന്ന, ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കണ്ടാമിനേഷൻ വരാൻ കണ്ടാമിനേഷൻ വരും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ഇത് വരുന്നത് കൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാറി വേർപെട്ടിരിക്കുവാൻ. എന്നാൽ നമ്മൾ അവരെ ദ്വേഷിക്കുവാനോ അവരെ നമ്മൾ വെറുക്കുവാനോ അല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ അവരെ സ്നേഹിക്കുക. നമ്മളെ വിളിച്ച ദൈവം അവരെ തീർച്ചയായും വിളിക്കുക. അത് നടക്കും. നമ്മൾ അവരുടെ കൂടെ കുഴഞ്ഞു നിന്നിട്ടല്ല, പകരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ കർത്താവിനോട് കൂടി നിന്നാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മറ്റുള്ളവർ ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിക്കൊണ്ടല്ല നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടേ, നമ്മൾ കർത്താവിന്റെ പക്ഷത്ത് ചേർന്ന് നിന്ന് വേണം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. അത് ദൈവം തീർച്ചയായിട്ടും ചെയ്യും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു സാക്ഷ്യം ഉണ്ടാവും? മറ്റുള്ളവർ എങ്ങനെ കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വരാൻ ഇടയായി തീരും? ഹല്ലേലൂയ. എന്നിട്ട് പറയും അവരും ഇങ്ങനെയാ ഞങ്ങളും ഇങ്ങനെയാ. അപ്പൊ ആ സാക്ഷ്യം നമുക്ക് കേൾക്കണ്ട. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇരിക്കേണ്ട അടുത്ത് മാറിയിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരുമാറാകട്ടെ. അപ്പം നമ്മൾ അതിന്റെ കാരണം ഇത് കണ്ടാമിനേഷൻ വരുന്നതിന്റെ കാരണം, ഇപ്പൊ നമ്മൾ കുറച്ചുനാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സംസാര ശൈലിക്കകത്ത് വ്യത്യാസം വരും. ആമേൻ. നെഗറ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതെങ്കിൽ നമ്മളും അറിയാതെ അങ്ങനെ സംസാരിച്ചു പോകും. ആമേൻ. പിന്നെ അൺഹെൽത്തി റിലേഷൻഷിപ്പ് വരുമ്പം അതിനകത്തുള്ള കാര്യങ്ങൾക്കകത്ത് നമ്മളും പെട്ടുപോകും. അങ്ങനെ കൂടുതൽ അതുപോലെ തന്നെയാണ് കേൾക്കുന്നത്, അതുപോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മൾ പോലും അറിയാതെ, അതുകൊണ്ട് ബൈബിൾ തന്നെ പറഞ്ഞില്ലേ, കോപശീലനോട് സഖിത്വം വരുത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആയാൽ നമ്മൾ കോപിക്കാൻ പഠിക്കും. ആമേൻ. ശാന്ത സ്വഭാവം ഉള്ളയാൾക്കും ആ ഒരു സഖിത്വം, കോപശീലനോട് മിണ്ടുന്നില്ല, സഖിത്വം വരുത് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അങ്ങനത്തെ ഒരു സഖിത്വത്തിലേക്ക് ലോകത്തിൽ പലരും കോപിച്ചെന്നിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ഇന്റിമസിയിലേക്ക്, ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള സഖിത്വം നമ്മൾ സൂക്ഷിക്കുക. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പം നമുക്ക് ദൈവഹിതമല്ലാത്ത സംസാര രീതികളായിക്കോട്ടെ, പ്രവർത്തന രീതികളായിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കാൻ ഇടയായിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതിൽ നിന്നും മാറി നിൽക്കുക. കം ഔട്ട് ഓഫ് ദിസ്. അത് തന്നെ ദൈവത്തിന്റെ അതിനുള്ള ഒറ്റ റെമഡി. ഈ കണ്ടാമിനേഷൻ മാറ്റണമെങ്കിൽ നമ്മൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ വചനത്തിനകത്ത് ഏശയ്യാപ്രവചനം 8 ഒരു വാക്യമുണ്ട്. ഏശയ്യാപ്രവചനം 8:11. ഹല്ലേലൂയ. ഏശയ്യാപ്രവചനം 8:11.
11-12 ഞാൻ വായിക്കാം. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തു, ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നത് എന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെ കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോവുകയും വരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിക്കുവാൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തു, ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ കൂടെ നമ്മൾ നടക്കാതിരിക്കേണ്ടതിന് കർത്താവ് യേശുവിന് പറഞ്ഞു കൊടുത്തൊരു വഴിയാണ്. ഹല്ലേലൂയ. നടക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെ കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത്. ആമേൻ. ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെ കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോവുകയും വരുത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ പല രീതിയിലുള്ള ഇതുണ്ട്. ഈ ലോകം അംഗീകരിക്കുന്ന കൂട്ടുകെട്ട് ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആമേൻ. ലോകത്തിൽ എല്ലാം ജസ്റ്റ് ബിക്കോസ് എവറിത്തിങ് ഈസ് ലീഗൽ, ഇറ്റ് ഈസ് നോട്ട് സ്ക്രിപ്ചറൽ. ആമേൻ. എല്ലാം ലീഗലാന്ന് പറഞ്ഞ് സ്ക്രിപ്ചറൽ ആണെന്നുണ്ട്? ഇല്ല. ലീഗലായിരിക്കും, പക്ഷെ സ്ക്രിപ്ചറൽ അല്ല. അപ്പൊ അതിനെല്ലാം എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അപ്രൂവ് ചെയ്യാനാണോ? അതുമല്ല. അപ്പൊ ഈ ജനം കൂട്ടുകെട്ടുന്ന അത് സാരമില്ലെന്നേ, അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ എത്രയോ കാര്യങ്ങളുണ്ട്, ലിവിങ് ടുഗദർ, അത് ഇത് ഇഷ്ടം പോലെ കാര്യങ്ങൾ, അതെല്ലാം കുഴപ്പമില്ല. ഫ്രണ്ട് ഫോർ UK-യിലുണ്ട് അങ്ങനെ ഒരു പോളിസി, ഫ്രണ്ട് ഫോർ ലൈഫ്. എനിക്ക് അതിന്റെ ടെർമിനോളജി ഞാൻ മറന്നുപോയി. ഫ്രണ്ട് ഫോർ ഇതിന് മാത്രം, സന്തോഷത്തിന് മാത്രമുള്ള ഫ്രണ്ട്. അത് ഏത് എക്സ്റ്റെന്റ് വരെയും പോകാം. അല്ലെങ്കിൽ കല്യാണം ഒന്നും കഴിക്കണ്ട. എൻ്റെ മോൾ ആദ്യം താമസിച്ച വീട്ടിലും അങ്ങനെയായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ഒരു പുള്ളിക്കാരത്തി, അതിൻ്റെ ഓണർ തന്നെ, അവിടെ ഇങ്ങനെ വരും. വന്നിട്ട് ആ പുള്ളിക്കാരത്തിക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ ഈ പുള്ളിയെ വിളിക്കും, പുള്ളിക്കാരൻ വരും, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകും. അത് പിന്നെ അവർ തമ്മിൽ കമ്മിറ്റ്മെന്റ് വേറൊന്നുമില്ല. പിള്ളേർ പരിപാടികൾ, ഈ പരിപാടികളോ ഒന്നുമില്ല. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒരു ആവശ്യം വരുമ്പോൾ, അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അവർ പുള്ളിക്കാരത്തെ അവനെ വിളിക്കും, അവൻ അവിടെ 2 ദിവസം കാണും, അത് കഴിയുമ്പോൾ പുള്ളി തലംപെടും. ആമേൻ. ഇതൊക്കെ നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആമേൻ. അതുപോലെ ദൈവഹിതമല്ലാത്ത രീതിയിൽ, ദൈവവ്യവസ്ഥ ഇല്ലാത്ത രീതിയിൽ പലരും പല രീതിയിൽ വചനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അതൊക്കെ ശരിയാക്കാന്നുള്ള രീതിയിൽ, അപ്രൂവ് ആകത്തക്ക രീതിയിൽ പലതും പറയും. പക്ഷെ ഇവിടെ പറഞ്ഞ അവര് കൂട്ടുകെട്ടെന്ന് പറയുന്നതിന് നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയരുത്. ഇവൻ നമ്മൾ പോകുന്ന സഭയിൽ തന്നെ കാണും ചിലർ ഇതിനൊക്കെ അംഗീകരിക്കുന്ന ചില ആൾക്കാർ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം. അത് ഈ ബന്ധത്തോടനുബന്ധിച്ച് മാത്രമായിരിക്കത്തില്ല, വേറെ പല കാര്യങ്ങളിലും. ആമേൻ. പല കാര്യങ്ങളിലും ഇപ്പം ഈ പറയപ്പെട്ട അവിഹിത ബന്ധങ്ങൾ അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് മാത്രമായിരിക്കത്തില്ല, വേറെ എത്രയോ വിഷയങ്ങളുണ്ട്. ഇവൻ ചർച്ചിൽ തന്നെ, പ്രത്യേകിച്ച് നമുക്ക് വേറെ പല രാജ്യങ്ങളുമായിട്ടുള്ളവരുമായിട്ട് ഇടപെടുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൂടെ കമ്മ്യൂണിയൻ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ വന്ന് ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മളോട് തിരിച്ചു പറയുമ്പോൾ, ഈ സഹോദരനാണ് ഇങ്ങനെ കാണിച്ച്, പൈസയുടെ ഇടപാടിൽ, അങ്ങനെ പല പല കാര്യങ്ങളിലും ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനകത്ത് ഒരു കൂസലമില്ലാതെ ഇതൊക്കെ ഓക്കെ എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ആമേ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? അത് കുഴപ്പമില്ല സഹോദര, അങ്ങനെ അങ്ങ് ചെയ്തു, അത് ബിസിനസിന്റെ ആവശ്യത്തിനല്ലേ, അത് ആ പുള്ളിക്കാരത്തെ ഓർത്തിട്ടല്ലേ, അത് കുഴപ്പമില്ല. അങ്ങനല്ല, അത് നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു വിശ്വാസിയിൽ ഒരു പാസ്റ്റർ ആണല്ലോ അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാലും അവര് അപ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അപ്രൂവ് ചെയ്യരുത്. അത് ദൈവത്തിന്റെ വ്യവസ്ഥയല്ല എങ്കിൽ അപ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അവര് കൂട്ടുകെട്ടെന്ന് പറയുന്നതിന് നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയരുത്. അവര് ഓക്കെ ആക്കുന്ന കാര്യം ദൈവതമല്ലാത്ത ഓക്കെ ആക്കുവാണെങ്കിൽ നമ്മൾ അത് ഓക്കെ ആക്കാൻ പാടില്ല. ആമേൻ. എന്നിട്ട് പറയുന്നത്, അവര് ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. ആമേൻ. അവര് ഭയപ്പെടുന്നതിനെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു അവിശ്വാസിയോ അല്ലെങ്കിൽ ദൈവവചന വ്യവസ്ഥ വിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഭയപ്പെടുന്ന കാര്യത്തിൽ ഒരു വിശ്വാസി ഭയപ്പെടേണ്ട. അവരുടെ ഭയം എന്തൊക്കെയാ? അവർക്ക് പല ഭയങ്ങൾ കാണും. നഷ്ടമുണ്ടാകുമോ എന്നുള്ള ഭയം കാണും, മരണഭയമുണ്ട്, നാണക്കേട് വരുമോ എന്നുള്ള ഭയമുണ്ട്, അല്ലെ? അങ്ങനെ എത്ര ഭയങ്ങളുണ്ട്. നാണക്കേടുണ്ട്, നഷ്ടത്തിന്റെ ഉണ്ട്, മരണത്തിന്റെ ഭയമുണ്ട്, മനുഷ്യ ഭയമുണ്ട്. ഈ ഭയങ്ങളെല്ലാം അവിശ്വാസികളുടെ ഭയം ആയിരിക്കണം. ആമേ. അത് അവരുടെ അത് ഭയം. അപ്പൊ അവര് ഭയക്കുന്നതിനെ നമ്മൾ ഭയക്കാൻ പാടില്ല. ആമേ.
ഹാലേലൂയ. അപ്പൊ ആര് നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, ഏത് രീതിയിലുള്ള ത്രെട്ട് നമ്മുടെ മുമ്പിൽ വന്നാലും ശരി, നമ്മൾ പറയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് നിങ്ങൾ അപ്രൂവ് ചെയ്യുന്നതിനെ എനിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് സഹവിശ്വാസി ആയിക്കോട്ടെ, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി അത്ര ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവര് ഈ ഒരു പ്രാവശ്യത്തിനല്ലേ, 2 പ്രാവശ്യത്തിനല്ലേ, ഇപ്രാവശ്യം ക്ഷമിക്കുക ഇങ്ങനെ പറഞ്ഞ് കണ്ണടയ്ക്കുന്ന ഒരു കാര്യമല്ല. ആ ഒരു വിഷയത്തിനകത്ത് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് മാറി നിൽക്കണമെങ്കിൽ നമ്മളത് മാറി നിൽക്കുക. അതിനെ നമ്മൾ അപ്രൂവ് ചെയ്ത് അത് ഓക്കെ ആക്കരുത്. ആമേ. എന്നിട്ട് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് പല പേടികളുണ്ട്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഹാലേലൂയ. അവർ ഭയക്കുന്നതിനെ നമ്മൾ പേടിക്കരുത്. ആമേ. നമുക്ക് മരണഭയം നമ്മുടെ കർത്താവ് മാറ്റി. ആമേ. നമ്മുടെ ഫിയർ ഓഫ് ഷെയിം നമ്മുടെ കർത്താവ് മാറ്റി. കാരണം നമുക്കറിയാം നമ്മുടെ നാണത്തിന് വേറെ ഇരട്ടി മാനം തരുന്ന കർത്താവാണ്. ആമേ. നമ്മളിപ്പോ കർത്താവിന് വേണ്ടി ഈ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത് നിമിത്തം എന്തെല്ലാം നാണക്കേട് ചെയ്യാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കിയാലും നമുക്ക് ആ നാണക്കേടിനെ പേടിച്ചിട്ട് നമുക്കൊരു കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നീതി സൂര്യനെ പോലെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആമേ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതകരമായ രീതിയിൽ ദൈവം ഇടപെടും. നമ്മുടെ നീതി വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവം ഒരു ശരിയാണ്. ജോസഫിന്റെ ജീവിതത്തിനകത്ത് ആ പുള്ളിക്കാരത്തി അങ്ങനെ പറ്റിച്ചു പോയി കഴിഞ്ഞപ്പോ അങ്ങനെ ആ ഒരു രീതിയിലെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടും കർത്താവ് ജോസഫ് അങ്ങനെ ചെയ്തില്ല എന്ന് അവിടെ ഒരു ന്യൂസ് പേപ്പറിൽ വലിയ വാർത്ത വന്നെന്ന് പറഞ്ഞ് നമ്മളവിടെ ഒന്നും കാണുന്നൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തെയും പാത്രം പിടിച്ച് അവിടെ ചെന്നതിന്. ഹല്ലേലൂയ. ദൈവം മാനിച്ചോ ഇല്ലയോ? മാനിച്ചു. എല്ലാ നാണക്കേടും മാനക്കേടും മൊത്തം പോകുന്ന രീതിയിലുള്ള ഒരു ഓണറാ ദൈവം കൊടുത്തത്. പക്ഷെ അന്ന് അയ്യോ ഇനി എന്നാലും എന്ത് ചെയ്യും, ഇനി പുള്ളിക്കാരത്തിയല്ലേ, ഇനി പുള്ളിക്കാരത്തി വേറെ വല്ലതും പറഞ്ഞാലെന്ന് ഓർത്ത് അന്ന് അവിടെ വഴഞ്ഞ് കുഴവഴാൻ നിന്നിരുന്നെങ്കിലോ ഈ സാക്ഷ്യം ഒന്നും വരത്തില്ലായിരുന്നു. പുള്ളിക്കാരത്തെയും പേടിച്ചില്ല, വസ്ത്രത്തിന് വേണ്ടി പുറകെ പോയുമില്ല, കിട്ടിയതും കൊണ്ട് പാടെ ഓടി. ആമേൻ. ഹല്ലേലൂയ. അതാണ് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പൻ. അപ്പം ഞാനിങ്ങനെ ഒരു ഇത് കേട്ടതാണ്. ആ പോത്തിഫറിന്റെ ഭാര്യ ആ ഒരു രീതിയിൽ അവിടെ പ്രവർത്തിച്ച സമയത്ത് അവിടെ അവരുടെ എന്തോ ഒരു ഫെസ്റ്റിവൽ അങ്ങനെയാ നടക്കുക. അപ്പോൾ എല്ലാ ആണുങ്ങളും പോകുന്ന ഒരു ഫെസ്റ്റിവൽ. അപ്പോഴാണ് ഈ പുള്ളിക്കാരത്തി ആ ഒരു ചാൻസ് യൂസ് ചെയ്ത് ഇങ്ങനെ ജോസഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ജോസഫ് അവിടെ പുള്ളിക്കാരത്തെയും പേടിച്ചില്ല. ഇനി നിങ്ങൾ എന്നാ പറഞ്ഞുണ്ടാക്കിയാൽ എനിക്ക് അതൊന്നും വിഷയമല്ല, ഇതെല്ലാം ദൈവത്തെ മാത്രം ഭയപ്പെട്ടു. പുള്ളിക്കാരത്തി പറഞ്ഞാൽ സാരമില്ല, എന്റെ ഭർത്താവല്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ഇതൊക്കെ ഓക്കെയാണ്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. അവര് കൂട്ടുകെട്ടെന്ന് പറയുന്നതിന് ജോസഫിന് കൂട്ടുകെട്ടെന്ന് പറയേണ്ട കാര്യമില്ല. ഇത് എനിക്ക് നടക്കുന്ന കാര്യമല്ല. അവൻ ജോസഫ് അവിടുന്ന് ഓടിപ്പോയി. ഹല്ലേലൂയ. കിട്ടിയത് എന്നതാ? ബാഡ് റിപ്പോർട്ടാ കിട്ടിയത്. പക്ഷെ ദൈവം എങ്ങനെയാ മാനിച്ചേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും നമ്മൾ മനുഷ്യരെ പേടിച്ചിട്ടല്ലേ നമ്മൾ ഓരോ കോംപ്രമൈസ് ചെയ്യുന്നേ. ഹല്ലേലൂയ. മനുഷ്യരെ നമ്മൾ പേടിക്കണ്ട. മാനുഷിക ഭയം ഒരു കണിയാണ്. ഹല്ലേലൂയ. ആ പേടി ഓർത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കണ്ട. ഇറ്റ് വിൽ കണ്ടാമിനേറ്റ് അസ്. ഹല്ലേലൂയ. മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ നമ്മൾ അതിന്റെ കൂട്ട് നിന്നാൽ അത് നമ്മളെ കണ്ടാമിനേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവര് കൂട്ടുകെട്ടെന്ന് പറയുന്നതിനെ നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയരുത്. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെ കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. ചെയ്യുകയല്ല, പറയരുത്. അത് ശരിയാ, പോട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ അതെങ്ങനെ ആകുന്നതിനും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ, അവളങ്ങനെയാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ അങ്ങനല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പറഞ്ഞങ്ങ് വിടാൻ. ആ ട്രെൻഡ് അല്ല, ആ ട്രെൻഡ് സ്ക്രിപ്ചറൽ ട്രെൻഡ് അല്ല. അതുകൊണ്ട് വേണ്ട. ആമേൻ. ഹല്ലേലൂയ. അല്ലാതെ ഞങ്ങളുടെ ചർച്ചിലെ കുറച്ചു പേരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, അവർക്കൊക്കെ ഇതാ കേട്ടോ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ അവരുടെ ഒപ്പീനിയന്റെ കൂടെ നമ്മുടെ ഒപ്പീനിയൻ പറയാനല്ല. അവൾ മിണ്ടായിരിക്കുന്നത് മിണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. അവൻ ദൈവം ബാക്കി ഇടപെട്ടോളൂ. നമ്മൾ ആരെയും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, മനുഷ്യനെ പേടിക്കണ്ട. കാരണം ഈ ഭയം എല്ലാം മറ്റുള്ളവർക്കുള്ളതാണ്. അപ്പം അവര് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്തൊക്കെയാ? അവരുടെ സ്ഥാനം പോകരുത്, മാനം പോകരുത്. അതൊക്കെ കൊണ്ടാണ് അവർ ഏത് കോംപ്രമൈസിനും, ദൈവഭയം ഇല്ലാത്തവർ എന്തിനും റെഡിയാവുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഒന്നുമില്ലെങ്കിൽ അവസാനം എന്നാ ചെയ്യും? എല്ലാം നാണക്കേടും വെളിയിൽ അടിച്ച് സൂയിസൈഡ് ചെയ്തു. അത് അതിനേക്കാളും വലിയ നാണക്കേട്. ഇപ്പൊ ഒരു നാണക്കേട് പേടിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ വരുന്നതോ? അപ്പൊ എന്തിനാ നമുക്കിതിന് മനുഷ്യനെ പേടിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. ആമേൻ. അവർക്കാണ് ഈ പേടികളെല്ലാം കിടക്കുന്നത്. ആ പേടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്നും അറിവില്ലായ്മയിൽ ചെയ്തു കൂട്ടുന്നത്. അതെല്ലാം അവിശ്വാസികൾക്കുള്ള ഭയങ്ങളാണ്. പക്ഷെ ഒരു വിശ്വാസിക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനെ കുറിച്ച് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളിൽ, നമ്മൾ മനുഷ്യരെ പേടിക്കേണ്ട യാതൊരു കാര്യവും, നമ്മൾ അവരുടെ കൂടെ നിന്ന് കൊഴേണ്ട യാതൊരു കാര്യമില്ല. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് മണിയാന്ന് തോന്നുന്നു. എൻ്റെ പപ്പ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ശക്തിയുക്തം എതിർത്തപ്പോഴും ഹാലേലൂയ ദൈവത്തിന്റെ വലിയ കൃപയെന്നേ പറയാനുള്ളൂ. ഹാലേലൂയ.
അന്ന് എവിടുന്ന് വന്നറിയത്തില്ല, കർത്താവ് തന്ന ധൈര്യം മാത്രമേ പറയാനുള്ളൂ. ഹല്ലേലൂയ. അത്രയും വഴക്കുണ്ടാക്കിയിട്ടും അതിന്റെ എല്ലാം മധ്യത്തില് അവര് പപ്പ ഇങ്ങനെ ആ പ്രാർത്ഥന, മരിച്ചവരോടുള്ള പ്രാർത്ഥന, മേരിയോടുള്ള പ്രാർത്ഥന, പ്രാർത്ഥന ചെല്ല് ചെല്ല് ചെല്ലെന്ന് പറഞ്ഞിരുന്നപ്പം നാവ് പൊങ്ങുന്നില്ല. ഹല്ലേലൂയ. ഇങ്ങനെ വായിക്കാത്ത ഹൃദയത്തിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം. പക്ഷെ നാവിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ട് വേണ്ട നമുക്ക് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ നാക്ക് നീ പൊക്കരുത് എന്ന്. എന്തിനും പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കേ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അവിടുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക, ഇതെല്ലാം ഇങ്ങനെ ഇവിടം വരെ വരും, പക്ഷെ വായിന്ന് വരത്തില്ല. അപ്പൊ പിന്നെ ആകെപ്പാടെ പ്രശ്നമായി. പക്ഷെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഹല്ലേലൂയ, അത്ര ആ ഒരു വലിയ കോളുകളെല്ലാം വന്ന് അതുപോലെ അങ്ങ് അടങ്ങിയെന്നല്ലാതെ. അപ്പൊ അവിടെ അങ്ങ് പേടിച്ച് നമ്മൾ ഇതെല്ലാം പറ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്നും അവിടെ നിൽക്കത്തേ ഉള്ളായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബലവും ശക്തിയും ഒക്കെ നമ്മൾ രുചിച്ചെങ്കിൽ മാത്രമേ അത് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അത്രയ്ക്കും പ്രശ്നം ഉണ്ടാക്കിയ സമയത്തും ഉള്ളിൽ നമുക്കറിയത്തില്ല, എല്ലാം ബൗൺസ് ആകുന്ന രീതിയിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ പരിവർത്തനം ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ പേടിക്കാൻ പോയാൽ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഈ പപ്പ മരിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടിട്ടാണ് മരിച്ചത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രോഗക്കിടക്കയിൽ വെച്ചായിരുന്നെങ്കിൽ ക്യാൻസർ വന്ന് ലാസ്റ്റ് മൊമെന്റിൽ പോകുന്നതിന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, പപ്പ ഇങ്ങനെ അവിടെ തന്നെ കിടന്നപ്പം പപ്പായുടെ സുവിശേഷം പറയാനും ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഞാൻ അന്ന് ആഗ്രഹിച്ചു, എൻ്റെ ദൈവമേ നീ ഇന്ന് തന്നെ എൻ്റെ പപ്പായെ വിളിച്ച്, എനിക്ക് ഒരു കുഴപ്പമില്ല, നീ ഇന്ന് വിളിച്ചോണ്ട് പൊക്കോ, ഇനി ഇവിടെ നിർത്തിയാൽ ഇവർ വല്ലതും പറഞ്ഞു മാറ്റിയാൽ അത് കാണണ്ടല്ലോ. പക്ഷെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളുടെ പിന്നെ പപ്പായ്ക്ക് കോൺഷ്യസ് ആയിട്ട് നിന്നുള്ളൂ. അതിനുശേഷം അൺകോൺഷ്യസ് ആയി പിന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ ഞാൻ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. പപ്പ എന്നോട് എപ്പോഴും പറയും, ഈ പാരമ്പര്യത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു പപ്പായിരുന്നു. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം എന്നോട് പപ്പ ബെഡിൽ എഴുന്നേറ്റിരുന്ന് പറയാം, പാരമ്പര്യങ്ങൾ തെറ്റാണ്, നമ്മളത് തിരുത്തണമെന്ന്. എൻ്റെ പപ്പ ഇങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല. ഹല്ലേലൂയ. പാരമ്പര്യങ്ങൾ തെറ്റാണെങ്കിൽ നമുക്കത് തിരുത്തണം. അപ്പം ഇതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവൃത്തി. അപ്പൊ നമ്മൾ ഇങ്ങനെ കുഴയാൻ പോയാൽ ആരും ഈ സത്യം അറിയത്തില്ല. ആമേൻ. പക്ഷെ ഈ കോൺസിക്വൻസസ് നോക്കി നമ്മൾ അവിശ്വാസികളുടെ പേടിയെ പോലെ നമ്മൾ പേടിച്ചിരിക്കാനല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അത് നമ്മളെ കണ്ടാമിനേറ്റ് ചെയ്യും, നമ്മുടെ ഇന്നർ മാനെ അത് വീക്കാക്കും. ആമേൻ. നമ്മുടെ ഇന്നർ മാൻ വീക്കായി പോകും. ഹല്ലേലൂയ. അത് വരാതിരിക്കാനാണ് പറയുന്നത്. നമ്മൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുക. കം ഔട്ട് മാത്രമുള്ള അതിന്റെ സൊല്യൂഷൻ. ആമേ. അയാളെ ട്രാൻസ്ഫർ ചെയ്യണേ, അയാളെ ട്രാൻസ്ഫോം ആക്കണേ, ഇതും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്ന് നിൽക്കാനല്ല, നമ്മളാ സ്റ്റെപ്പ് എടുക്കണ്ടേ. ആമേ. കം ഔട്ട് ഫ്രം ദം. അപ്പം ദൈവം അവരെയും കൂടി നമ്മുടെ പക്ഷത്തിലേക്ക് ദൈവം ചേർക്കുക, അല്ല നമ്മൾ അവരുടെ പക്ഷത്ത് കയറി നിന്നുകൊണ്ട് അവരെ പോലെ ആയിത്തീർന്ന് കണ്ടാമിനേഷൻ നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവര് കൂട്ടുകെട്ടെന്ന് പറയുന്നതിനെ നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയരുത്. രണ്ട് കാര്യം, അവര് ഭയക്കുന്നതിനെ നമ്മൾ ഭയക്കരുത്. ആമേ. അവര് ഭയക്കുന്നതിന് നമ്മൾ പേടിക്കരുത്. അവര് കൂട്ടുകെട്ടെന്ന് പറയുന്നതിനെ, അവർ അപ്രൂവ് ചെയ്യുന്നതിന് എല്ലാത്തിനും നമ്മൾ അപ്രൂവ് ചെയ്യാതെ ദൈവ കൃപയിൽ ആശ്രയിച്ച് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് മാറി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പിന്നെ നമ്മുടെ ഭയം ആരായിരിക്കണം? അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിക്കും. ആമേൻ. കർത്താവ് തന്നെ ആയിരിക്കണം നമ്മുടെ ഭയവും നമ്മുടെ ടെറർ. വേറെ ആരും ആയിരിക്കരുത്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നതിന് അവർക്ക് ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ ദേഹിയും വന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ ആർക്ക് പറ്റും? ആമേൻ. അപ്പൊ നമ്മൾ പേടിക്കേണ്ടത് ആരെ മാത്രമേ ഉള്ളൂ? നമ്മുടെ യേശുവിനെ മാത്രം. നമ്മൾ വേറെ ഒരു മനുഷ്യനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു അവിശ്വാസികളുടെ കാര്യം. അവിശ്വാസികളിൽ നിന്ന് നമ്മൾ വേർപെട്ടിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഒരു സെപ്പറേഷനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത സെപ്പറേഷൻ വചനം തന്നെ പറയുന്നു, വിശ്വാസികളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നവരിൽ നിന്നും ഒരു വേർപാടുണ്ട്. ആമേൻ. വിശ്വാസികളായി നിൽക്കുന്നവര്, അങ്ങനെ നിൽക്കുന്നവരുടെ കൂട്ടത്തിനകത്തും നമ്മൾ ചില സ്ഥലങ്ങളിൽ സംസർഗം ചെയ്യാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. അതിന് നമുക്ക് കാണാം 2 തിമോത്തി 3:5, 2 തിമോത്തി 3:5. 2 തിമോത്തി 3:5.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരോടെ കൂട്ടുകൂടാനാണ് പറഞ്ഞേക്കുന്നത്. ആമേൻ. അപ്പൊ ഭക്തിയുടെ വേഷം ധരിച്ച്, ഇതൊരു കാറ്റഗറി കേട്ടോ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ. ഒരു വിശ്വാസി ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിട്ടൊഴിയണം. ആമേൻ. എന്നാ ചെയ്യണം? അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. അവിടെ കൂടെ നിൽക്കാൻ പറയുന്നില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഇവർ അവിശ്വാസി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്നാ എടുക്കണം? വിട്ടൊഴിയണം. അവരുടെ കൂട്ടത്തിൽ കൂടെ നിന്ന് നമ്മളെ കണ്ടാമിനേഷൻ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരു വചനം കൂടി ഉണ്ട്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 5 1 കൊരിന്ത്യർ 5 5 9 10 11 9 10 പറയുന്നത് ഞാൻ വായിക്കാം. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ആമേൻ. ഹല്ലേലൂയ. ഇത് അവിശ്വാസികളല്ല. അവിശ്വാസികളുടെ ഇടയില്ലാപ്പെടെ കൂടരുത്. അങ്ങനത്തെ ഒരു യോക്ട് റിലേഷൻഷിപ്പിൽ നമ്മൾ ഏത് മേഖലയിലൂടെയാണെങ്കിലും അങ്ങനത്തെ ഒരു യോക്ട് റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു സംസർഗം ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിശ്വാസം. കാരണം അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. എന്താണ് അവരിൽ വ്യാപരിക്കുന്നത്, നമ്മളിൽ ആരാ വസിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ പറയുന്നത് അവിശ്വാസിയല്ല, വിശ്വാസിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസി എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ നടക്കുന്നയാള് ദുർനടപ്പുകാരനോ അത്യാഗ്രഹയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗരുത്. നമുക്കറിയാം വേറെ പല പല ഐഡൽസ് ഉണ്ട് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ. പലതിനെയും വെക്കാം, ദൈവത്തെക്കാൾ ഉപരി പലതും വെക്കാം. അതിലൊന്നാണ് ഗ്രീഡ്, ദ്രവ്യാഗ്രഹി. ആമേൻ. അതൊക്കെ ഒരു വിഗ്രഹമാണ്. ആ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ഉപരി എന്ത് വെച്ചോണ്ടിരുന്നോ അതിനെ സ്നേഹിച്ച അതൊരിക്കൽ അത് ഒരുപക്ഷെ ലോകമായിരിക്കാം. ലോകസ്നേഹികളായിട്ട് നടക്കുന്ന വിശ്വാസികളുണ്ട്. നമുക്ക് ലവദിക്ക സഭ എനിക്കൊന്നിനും മുട്ടില്ല, എനിക്കെല്ലാം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അറിയുന്നില്ല അരിഷ്ടനും ദരിദ്രനും നഗ്നനും കുരുടനുമാണ്. അവൻ ഇപ്പൊ എല്ലാം ഓക്കെ ആകുമ്പോ ഒരുമാതിരി ഒരു ചൂടുമില്ല തണുപ്പില്ലാത്തൊരു പരുവത്തിൽ പോകുന്ന അവസ്ഥ എല്ലാം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. അതിനായിട്ട് അങ്ങോട്ട് പോകണ്ട നമുക്ക്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറയുന്നത് നമ്മുടെ സംസർഗം നമ്മൾ സൂക്ഷിക്കണം. ആമേൻ. സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ഈ പറയപ്പെട്ട രീതിയിൽ ആ വ്യക്തിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മാറ്റം വരുന്നില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അയ്യോ എങ്ങനെയാ ഇന്ന് പുള്ളി എങ്ങനെയാ വിഷമിപ്പിക്കുന്നത്, പുള്ളിയുടെ കൂടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പുള്ളി എന്താ പറയും, പുള്ളി എന്റർടൈൻ ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല, അല്ലെ ഞങ്ങളുടെ ചർച്ചിൽ നല്ലൊരു പുള്ളിക്കാരനായിരുന്നു, ഈ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ നമ്മൾ ഓക്കെ ആക്കി അവിടെ ഇരുന്ന് കൂടുതലും സംസാരിച്ച് നോക്കിക്കേ. ആമേൻ. ഹല്ലേലൂയ. കുഴപ്പം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നമ്മുടെ അസോസിയേഷൻ അത് വിശ്വാസിയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എന്താന്നുള്ളത്. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന ആ സംസർഗം ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. പിന്നെ ഒരുവൻ പാപത്തിൽ അകപ്പെട്ട ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് നമ്മൾ അവനെ സൗമ്യതയുടെ ആത്മാവിൽ തിരിച്ചു വരുത്തുക, അതൊരു വശം. പക്ഷെ വേറെ ആരോട് പറയുന്നുണ്ട് നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. ആമേൻ. നമ്മൾ ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷിക്കുന്ന വഴിക്ക് പൊക്കിക്കൊണ്ട് വരുന്ന വഴിക്ക് രക്ഷകനോട് താഴെ വെള്ളത്തിൽ പോയാലുള്ള അവസ്ഥ എന്താ ചിന്തിച്ചു നോക്കിയേ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നിലനിൽപ്പ് നോക്കിക്കൊണ്ട് വേണം നമ്മളൊരു വ്യക്തിയെ പരീക്ഷയിൽ നിന്ന് അകറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നമ്മൾ സൗമ്യതയുടെ ആത്മാവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ മതി. ചെയ്യരുതെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ആമേൻ. അത് സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും
ഹല്ലേലൂയ. നമ്മൾ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിച്ച് തന്നെ നമ്മൾ നിൽക്കണം. പാസ്റ്റിന് ഭാര്യ ഉണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ കൂടെ വിളിച്ച് കൂട്ടി തിരക്കേണ്ട കാര്യം? ആമേൻ. അല്ല, ഒരു കൗൺസിലിങ്ങിന് പോകണം. അങ്ങനെയാണെങ്കിൽ പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങിന് പോകേണ്ട രീതിയിൽ പോകും. ഹല്ലേലൂയ. ആ മര്യാദയ്ക്ക് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുക. നമ്മൾ ദൈവഹിതമല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ, അങ്ങനത്തെ ഒരു കാര്യങ്ങളുടെ ആവശ്യം നമുക്കില്ല. ആമേൻ. ആർക്കും സ്പെഷ്യൽ ICU കെയർ എന്ന് പറഞ്ഞ രീതിയിലുള്ള കെയർ കൊടുക്കുന്ന ചിലരുണ്ട്. ഭയങ്കര കെയറാണ്. അത് മറ്റുള്ളവർ അറിയത്ത് പോലുമില്ല. സീക്രട്ട് കെയർ പിന്നെ വേറെ രീതിയിലൊക്കെ പോകും. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഇതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കാണുമ്പോൾ പല വിഷയങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം പറയണം. ഇവിടെ എല്ലാം നമ്മൾ സൂക്ഷിക്കുക. ആമേൻ. അതാരാണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഇടപെടാൻ. നമ്മുടെ സംസർഗം നമ്മളെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു സഹോദരിയുടെ ഒരു വിഷയത്തിൽ സഹോദരിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി വിളിച്ച് പറഞ്ഞ് പിന്നെ ആ പ്രോബ്ലത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ആ പ്രോബ്ലത്തിന്റെ പുറകെ നടന്ന് പിന്നെ അറിയാതെ എതിലേക്കൂടിയോ ഒരു ഇമോഷണൽ ഇന്റിമസി കയറി വന്ന് പിന്നെ ചളവാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നമുക്ക് ഉണ്ടാകരുത്. അമ്മേ, നമുക്ക് ഇവിടെ തന്നെയുള്ള എൻ്റെ ഒരു സഹോദരി അറിയാവുന്ന ഒരു പുള്ളിക്കാരത്തെയാണ്. ആ സിസ്റ്ററിന് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയപ്പോൾ ഒരു സഹോദരൻ വളരെ നിഷ്കളങ്കതയോടുകൂടി വേറെ ഒരു ചീത്ത ഇന്റൻഷനും ഇല്ലാതെ ഈ സഹോദരിയെയും കൊണ്ട് പല കാര്യങ്ങൾക്കും പല സ്ഥലങ്ങളിൽ കൊണ്ട് നടക്കുകയും പുള്ളിയുടെ കാറിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി. ആ സിസ്റ്ററിന് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. വേറെ ആരും കൂട്ടില്ല, ഭർത്താവിന്റെ സപ്പോർട്ടില്ല, ഒത്തിരി ബുദ്ധിമുട്ടിൽ ഭയങ്കര നിസ്സഹായമായി നിൽക്കുന്ന ഒരു സഹോദരിയായിരുന്നു. പക്ഷെ ഈ സഹോദരിയുടെ അവസ്ഥ കണ്ടിട്ട്, ആ ചർച്ചിൽ ഒരു എൽഡറും കൂടിയായിരുന്നു ഈ സഹോദരൻ, അവസ്ഥ കണ്ടിട്ട് മനസ്സറിഞ്ഞ് ഹൃദയപൂർവ്വം വേറെ ചീത്ത ഇന്റൻഷൻ ഇല്ലാതെ ഈ സഹോദരിയെ കൊണ്ടു നടക്കാൻ വേറെ ആൾക്കാരില്ലാത്തത് കൊണ്ടും വേറെ പലരും ജോലിക്ക് പോകുന്നുണ്ട്, ഈ സഹോദരൻ ഫ്രീ ആയിരുന്നത് കൊണ്ടും ആ സ്ഥലത്തും ഈ സ്ഥലത്തും ആ ഓഫീസിലും ഈ ഓഫീസിലെല്ലാം കയറി ഇറങ്ങി ഈ സിസ്റ്ററിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഫൈനലി പുള്ളി സംഭവിച്ചത് ഈ ചർച്ചിലെ ആൾക്കാരും ഇവരെല്ലാവരും കൂടി അത് വേറെ രീതിയിലാക്കിയെടുത്തു. ഈ സഹോദരിക്കും വേറൊരു രീതിയിലുള്ള ഒരു ചിന്തയില്ല, ഈ സഹോദരനും ഇല്ല. സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സഹോദരിയുടെ ഭർത്താവിനും വിവരങ്ങളെല്ലാം അറിയാം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ സഹോദരൻ വേറെ ഏതെങ്കിലും ഒരു സഹോദരനോട് കൂടെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയത്തില്ല. പക്ഷെ അതിനൊന്നും ഒരുപക്ഷെ ചാൻസ് കിട്ടി കാണത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതിനകത്തൂടി വരുന്ന അപകടത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അത്രയ്ക്കും നിസ്സഹായ അവസ്ഥയിൽ കൂടിയാണ് പോയത്. ആ നിസ്സഹായ അവസ്ഥയിൽ കൈകടത്തി സഹായിക്കാൻ പോയത് അവസാനം ആ പറയപ്പെട്ട എൽഡറിനും ഈ സഹോദരിക്കും ആ ചർച്ച വിടേണ്ടി വന്നു. ആ സഹോദരൻ ആ പൊസിഷനിൽ നിന്നേ താഴെ പോയി. ഈ ഒരൊറ്റ കാരണം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം നമ്മുടെ സംസർഗം. അത്രയും ഇതിൽ നിന്ന് പുള്ളിക്ക് പിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കയറി വരുവാനോ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനോ എല്ലാവരുടെ കൂടി അവിടെ തന്നെ ഇട്ട് അത് ആകെപ്പാടെ കൊളവാക്കി കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഈ സഹോദരി ആ അവസ്ഥയിലാണ് ഞങ്ങളെ കണ്ടുമുട്ടുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അന്നേരം ഹൃദയം തുറന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. ആമേൻ. ഇങ്ങനെ സംഭവിച്ചതാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ ഏത് അവസ്ഥയിൽ കൂടി ആണെങ്കിലും നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ സംസർഗം നമ്മൾ സൂക്ഷിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ ക്രമീകരണങ്ങൾ ചെയ്തു വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നടത്താൻ. വെറുതെ നമ്മൾ പിശാചിന് നമ്മളെക്കുറിച്ച് ദൂഷണം പറയാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാതെ. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ പരിജ്ഞാനത്തോടു കൂടി നമ്മൾ ഡീൽ ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ സംസർഗം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ വേറൊരു സംഭവം, ഈ സഹോദരൻ പിന്നെ കല്യാണവും കഴിച്ചില്ല. കാരണം ആ രീതിയിലാണ് ഈ സഹോദരിക്ക് ഭർത്താവ് ഉള്ളതാണ്. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം ആ ഒരു മാനസിക തലത്തിൽ അങ്ങനെ ആയിപ്പോയി മനസ്സിന്റെ ഇത്. ആ സഹോദരി എപ്പോഴും എനിക്ക് എങ്ങനെയാലും ആ സഹോദരന്റെ കല്യാണം നടന്ന് കണ്ടാൽ മതി. അപ്പൊ നോക്കിയാൽ എവിടെല്ലാം അഫക്റ്റഡ് ആയി നോക്കിക്കാത്. സ്പിരിച്വൽ ലൈഫ് തൊട്ട് ഫാമിലി ലൈഫ് തൊട്ട് മെന്റലി സകലത്തിലും പ്രശ്നമാകുന്ന രീതിയിലേക്ക് അത് പോയി. ആമേൻ. അതുകൊണ്ട് നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കാം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്ന വിധങ്ങൾ
നമ്മൾ ആരോടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, നമ്മളത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മൾ നിഷ്കളങ്കതയോടുകൂടി ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ എന്നാലും നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കണ്ടാമിനേഷൻ വരുന്ന അസോസിയേഷൻസ് നമ്മൾ സൂക്ഷിക്കുക. അത് അവിശ്വാസി മാത്രമല്ല, വിശ്വാസികളുടെ മേഖലയിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവിശ്വാസിയോട് നമ്മൾ അൺഈക്വൽ യോക്ട്, അല്ലെങ്കിൽ അതുപോലെ ഒരു സോൾട്ടേ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ അവർ പറയുന്നത് പോലെ ഒരു തീരുമാനം എടുക്കത്തക്ക രീതിയിൽ, അവർ കാണിക്കുന്നത് പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു സോൾട്ടേ വരുന്നത് പോലത്തെ ഒരു കണക്ഷൻ ഇങ്ങനെയുള്ളവരുമായിട്ട്, നമ്മൾ അവിശ്വാസികളുമായിട്ട് നമ്മൾ വെക്കരുത്. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കാൻ കം ഔട്ട്. അതാണ് ഒറ്റ റെമഡി. ആമേൻ, കം ഔട്ട്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ഭക്തിയുടെ വേഷം കെട്ടുന്ന ആൾക്കാർ, അവരെ നമ്മൾ വിട്ടൊഴിയണം. അവരെ വിട്ടൊഴിയാൻ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ അവരെ പിണക്കുമല്ല, നമുക്ക് കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം അത് ഒഴിവാക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തത്, വിശ്വാസി എന്ന് പറയുന്നവരാണെങ്കിലും ശരി, ഈ പറയപ്പെട്ട രീതിയിൽ നടന്നാൽ ഹല്ലേലൂയ, അവരെയും ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന തന്നെ അവരോടുമുള്ള സംസർഗം എന്ന് വെച്ചാൽ, സംസർഗം എന്ന് വെച്ചാൽ ക്ലോസ് ആയിട്ടുള്ള ഇടപെടലുകൾ, നമ്മൾ അതും അവോയ്ഡ് ചെയ്യുക. സ്തോത്രം. അതുപോലെ മറ്റുള്ളവർ അപ്രൂവ് ചെയ്യുന്ന ദൈവത്തെ പ്രകാരമല്ലാത്ത രീതിയിൽ നിയമത്തിന്റെ പേരിലും പല കാര്യങ്ങളും പറഞ്ഞ് പലതും ചർച്ചിലുള്ളവർ വരെ അത് ഓക്കെ ആക്കിയാലും അവര് കൂട്ടുകെട്ടെന്ന് പറയുന്നതിന് നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയരുത്. അമ്മേ, പറയരുത്. അവര് പേടിക്കുന്നതിനെ നമ്മളും പേടിക്കരുത്. അമ്മേ, അപ്പൊ രണ്ട് റെമഡി, ഒരു അവിശ്വാസി ആയിക്കോട്ടെ, ഹല്ലേലൂയ, ഭക്തിയുടെ വേഷം കെട്ടുന്നവരായിക്കോട്ടെ, പിന്മാറിപ്പോയ വിശ്വാസി ആയിക്കോട്ടെ, ഈ 3 കാറ്റഗറിക്കകത്തുനിന്നും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വേർപെട്ടിരിക്കാനാണ്. അതിനകത്തുള്ള ഒറ്റ റെമഡി കം ഔട്ട്. അതൊന്ന്. 2, അവർ അപ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ അപ്രൂവ് പറയരുത്. അത് അവര് പേടിക്കുന്നതിനെ നമ്മൾ പേടിക്കുകയും ചെയ്യണ്ട. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് തന്നെ നമ്മുടെ ഭയമായി മാറിയാൽ, ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോയാൽ, ആമേൻ, മറ്റുള്ളവരെ നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ, രക്ഷിക്കപ്പെടാത്തവരാരുമായിക്കോട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ നമ്മൾ വ്യാപരിക്കുമ്പോൾ ദൈവ തേജസ്സിനാൽ അവരെല്ലാം അട്രാക്റ്റഡ് ആകപ്പെടുവാൻ ഇടയായി തീരും. കർത്താവ് അവരെ കൊണ്ടുവരും. അവരിൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ മാറി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ അവരും പിടിക്കപ്പെടാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അവോയ്ഡ് ചെയ്യണമെന്നോ അവരെ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ട് നമ്മളിങ്ങനെ മാറി ഒരു കോർണറിൽ ഇരിക്കണമെന്നോ അല്ല ഈ പറഞ്ഞു വരുന്നത്. നമുക്ക് അവരെ എല്ലാവരും ആവശ്യമുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം. പക്ഷെ നമ്മൾ ഒരു കണ്ടാമിനേഷൻ വരുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകരുത്. ആമേൻ, അത്ര മാത്രമേ ഉള്ളൂ. എവറിഥിങ് ദാറ്റ് കണ്ടാമിനേറ്റ്സ് അവർ ബോഡി ആൻഡ് സ്പിരിറ്റ്, വി ഹാവ് ടു ബി കെയർഫുൾ ആൻഡ് പ്യൂരിഫൈ അവർ സെൽഫ്. നമ്മൾ അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ യേശുവചനം മാത്രം നമുക്ക് പേടിച്ചാൽ മതി. അതുകൊണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.